ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എൻ്റെ പേര് ഏബൽ സജീവ്. ഞാൻ ആലുവ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI സഭാംഗമാണ്. ജേർണി ത്രൂ ദി സാംസിൻ്റെ 20ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 17ാം സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ആശങ്കാജനകമായ അവസ്ഥയിലുള്ള സങ്കീർത്തനക്കാരനായ ദാവീദിനെ നാം കാണുന്നു. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുഷ്ടന്മാരിൽ നിന്ന് വിടുതൽ, സംരക്ഷണവും ന്യായീകരണവും നൽകാൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ്. മറ്റൊന്നുമല്ല, താനും യഹോവയും തമ്മിലുള്ള തുറന്ന സത്യസന്ധമായ ആശയവിനിമയം എന്ന് വിശേഷിപ്പിക്കാം. ഈ അപേക്ഷയിൽ ദാവീദ് ഒന്നും മറയ്ക്കുന്നില്ല. ദാവീദിന് ദൈവവുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവവുമായി വ്യക്തിപരമായി ബന്ധമുള്ള ഒരുവന് മാത്രമേ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കൂ. ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു, ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം എന്നെ സംരക്ഷിക്കും. കാരണം ദാവീദ് ദൈവത്തിൽ അഭയം തേടുന്നു. ദൈവത്തിൽ അഭയം തേടുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ദാവീദിന്റെ ഈ പ്രാർത്ഥന നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും നാം നേരിടാറുണ്ട്. അപ്പോൾ ദാവീദിനെ പോലെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വ്യർത്ഥമല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരിക തന്നെ ചെയ്യും. ദൈവിക സൂക്ഷിപ്പിന്റെ ശ്രേഷ്ഠതകൾ ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നു. കാൽ വഴുതാതെ സൂക്ഷിക്കുന്നു, കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്നു, ചിറകിന്റെ നിഴലിൽ മറയ്ക്കുന്നു. ദൈവം സൂക്ഷിച്ചാൽ നാം സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. കപടമില്ലാത്ത അതരങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, എൻ്റെ വായിലംഘനം ചെയ്യുകയില്ല, നിന്റെ വചനത്തിൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിയും, എൻ്റെ കാലടിയിൽ നിന്റെ ചുവടുകൾ തന്നെ ആയിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.